ക്രിസ്തുമസിന്റെ ചരിത്രം 4000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. നമ്മുടെ ക്രിസ്തുമസ് പാരമ്പര്യങ്ങളിൽ പലതും ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഘോഷിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥമുള്ള സംയുക്തമായാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉദ്ഭവിച്ചത്. ദൈവപുത്രനെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനത്തെ അനുസ്മരിക്കുന്ന വാർഷിക ആഘോഷമാണ് ക്രിസ്മസ്. ക്രിസ്തുമസ് ഒരു ക്രിസ്ത്യൻ ആഘോഷം മാത്രമല്ല, യഹൂദ അവധിയായ ഹനുക്ക, പുരാതന ഗ്രീക്കുകാരുടെ ഉത്സവങ്ങൾ, ഡ്രൂയിഡുകളുടെ വിശ്വാസങ്ങൾ, യൂറോപ്പിലെ നാടോടി ആചാരങ്ങൾ എന്നിവയിൽ ഈ ആഘോഷത്തിന് വേരുകൾ ഉണ്ട്. തൽഫലമായി ആധുനിക കാലത്തെ ക്രിസ്തുമസ് ലോകമെമ്പാടും വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നു. ഡിസംബറിൽ ക്രിസ്തു ജനിച്ചു എന്നത് ഒരു വിശ്വാസം മാത്രമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉയിർപ്പായിരുന്നു ക്രിസ്തുമത വിശ്വാസികളുടെ പ്രധാന ആഘോഷം. യേശു ജനിച്ചത് വസന്തകാലത്തിന് മാർച്ച് മാസം ശേഷമാണ് എന്നതാണ് കൂടുതലും ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ബൈബിളിൽ യേശുവിന്റെ ജനനതീയതിയെക്കുറിച്ച് പരാമർശമില്ല. ശൈത്യകാലത്ത് ആട്ടിടയന്മാരുടെ സംഘങ്ങളും ഉണ്ടാകില്ലെന്നത് യേശുവിന്റെ ജനനം ഡിസംബർ അല്ലെന്ന് ഉറപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്? സൗകര്യമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസ് ആക്കാനുള്ള ന്യായീകരണം. പോപ്പ് ജൂലിയസ് ഒന്നാമനാണ് ഈ തീയതി തെരഞ്ഞെടുത്തത്. അന്നത്തെ പാഗൻ ഉത്സവങ്ങളുടെ അതേ കാലത്ത് ക്രിസ്മസ് നടത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു. ഡിസംബർ യൂറോപ്പിലും അമേരിക്കയിലും തണുപ്പിന്റെ കാലമാണ്. പരമ്പരാഗത യൂറോപ്യന് ജനത പ്രകൃതിയെ ആരാധിച്ചിരുന്നവരായിരുന്നു. ഇവരാണ് പാഗൻ സംസ്കാരം കൊണ്ടുവന്നത്. വളർത്തുമൃഗങ്ങളെ അറുത്ത് മാംസമാക്കുകയും ചെയ്യുന്ന കാലമാണ് ഇത്. നീണ്ട മഞ്ഞുകാലത്ത് മൃഗങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ദുഷ്കരമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവയെ കശാപ്പ് ചെയ്യുന്നത്. ഒപ്പം വീഞ്ഞ് പാകമാകുന്ന കാലവും ദക്ഷിണായനത്തോടെ വരുന്നു. ക്രിസ്മസ് പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്മസ് പാരമ്പര്യങ്ങൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുടെയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ അഡ്വെന്റ് റീത്തുകൾ, ക്രിസ്മസ് സ്റ്റോക്കിംഗുകൾ, മിഠായികൾ, കുക്കികളും പാലും എന്നിവ തൂക്കിയിടൽ, യേശുക്രിസ്തുവിന്റെ ജനത്തെ ചിത്രീകരിക്കുന്ന നേറ്റിവിറ്റി രംഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള ഏറ്റവും അംഗീകൃത ക്രിസ്മസ് പാരമ്പര്യങ്ങൾ തീർച്ചയായും ഒരു ക്രിസ്മസ് ട്രീ സ്ഥാപിക്കലും അലങ്കരിക്കലും സമ്മാനങ്ങൾ നൽകലും സ്വീകരിക്കലുമാണ്. കൂടാതെ അതിഥികൾ സന്ദർശിക്കുമ്പോൾ പല വീടുകളും അഭിമാനത്തോടെ അവരുടെ ക്രിസ്മസ് ട്രീകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം നിറവേറ്റുന്നതിനായി ഉദാരമായി ചെലവഴിക്കുന്നു. ക്രിസ്മസ് കരോളുകൾ ആലപിക്കുകയും ബേബി ജീസ്, സെന്റ് നിക്കോളാസ്, സാന്താക്ലോസ്, ഫാദർ ക്രിസ്മസ്, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഫ്രോസ്റ്റ് എന്നിവയെക്കുറിച്ച് കഥകൾ പറയുകയും ചെയ്യാം. കൂടാതെ ക്രിസ്മസ് കാർഡ് ആശംസകൾ അയക്കുകയും കൈമാറുകയും ചെയ്യുക. നോമ്പിന്റെ ആചരണം, ക്രിസ്മസ് രാവിൽ ഒരു അർദ്ധരാത്രി കുർബാന അല്ലെങ്കിൽ വെസ്പേഴ്സ്, യൂൾ ലോക കത്തിക്കൽ എന്നിവ മറ്റ് ജനപ്രിയവും പരിചിതവുമായ പാരമ്പര്യങ്ങളാണ്.